أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى كل الصحابة أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي مسائل مهمة മുഖ്യമായ ചില മസാല ചില ഭാഗത്തു നിന്നുള്ള മസാല എടുത്തിട്ടുണ്ട്. ലാ മദ്ഖല ലി സുജൂദി സഹ്വി, സുജൂദു സഹ്വിക്ക് ഒരു സ്ഥാനമില്ല. എവിടെ? ഫി സലാത്തിൽ ജനാസത്തി, മയത്തിസ്കാരത്തിൽ എന്തെങ്കിലും കേടുപാട് പ്രശ്നങ്ങൾ വന്നെങ്കിൽ സുജൂദു സഹ്വി എന്നൊരു സംഭവമേ ഇല്ല. പിന്നെ തസാഹുമി അല നാഷി എന്നുള്ള മയ്യത്ത് കട്ടിൽ തിക്ക് തിരക്ക് കൂട്ടരെ നൻ്റെ ആ വല്യമ്മ നൻ്റെ പുറത്തോണ്ട് പോയിട്ട് അന്ന പോയിട്ട് ഇന്ന പോയിട്ട് അതുകൊണ്ട് അതിൻ്റെ മയ്യത്ത് പുറക്കെങ്കിൽ നമുക്ക് ഭാഗ്യം കിട്ടിയ മയ്യാവത്ത് അങ്ങനെ ചൊല്ലറല്ലേ. മയ്യത്ത് കട്ടിൽ തസാഹുമലൽ നാഷി എന്ന് പറഞ്ഞെങ്കിൽ മയ്യത്ത് കട്ടിൽ നമ്മൾ തിക്ക് തിരക്ക് കൂടുക, നാ പിടിക്കുക ചെന്ന് അത് വൽ മയ്യത്തിൻ്റെ മേലും തിക്ക് തിരക്ക് കൂട്ടര്. മയ്യത്തിൻ്റെ വിഷയത്തിൽ അത് ഞങ്ങളത് ഇങ്ങളത് ചെന്നിട്ട് ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കില്ലേ. ഈ തിക്ക് തിരക്ക് ചെന്നെങ്കിൽ അതിക്ക് അടി കൂട്ടര്, ഞങ്ങളത് നാ പിടിക്കില്ല ഇത് പിടിക്കില്ല ചെന്ന്. ഇതെല്ലാം എന്തേ ബിദ്അത്തുൻ മക്രൂഹ, വെറുക്കപ്പെട്ട ബിദ്അത്തായിട്ടിക്കണ്. ഈ തെക്ക് തിരക്ക് കൂടത്തിയ അയക്കല്ല നെയ്ത്ത. വഗിതാഉ നാഷി ലാ യളുറു ഫി സ്വലാത്തി ഫിൽ മസ്ജിദി മുത്ലഖൻ. പിന്നെ മയ്യത്ത് കട്ടിലുള്ള മയ്യത്തിട്ടിട്ട് പിന്നെ മൂടിയിട്ട് എന്താക്കിടാറ് കൊണ്ടുണ്ടാ, മൂടിയിട്ട് ആ ഒരു തുണി പിരിക്കാറ് മേല്, മയ്യത്ത് കട്ടിലിൻ്റെ മേല് ഒരു തുണി പിരിക്കാറ്. ആ തുണിൻ്റെ വിഷയത്തിൽ ആ തുണി എന്താക്കോത്തേറാ ഗിതാ എന്ന് പറഞ്ഞാൽ മൂടി, അന്നാഷി മയ്യത്ത് കട്ടിലിൻ്റെ മൂടി, അത് ലാ യളുറു ഫി സ്വലാത്തി ഫിൽ മസ്ജിദി മുത്ലഖൻ. മയ്യത്തിനെ മൂടിയിട്ടിട്ട് മയ്യത്തിനെ പള്ളിയിൽ നിസ്കരിക്കാമാ കുഴപ്പമില്ല. സാധാരണ പള്ളിയിലുള്ള മയ്യത്തിനെ കട്ടിലിൻ്റെ മേലിൽ ആ മൂടി വെക്കിടാറ്. പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ എന്താക്കിടാറ് എടുത്ത് വെക്കിടാറ്. കൊണ്ടുറുമ്പത്തുള്ള മയ്യത്ത് മൂടി വെക്കിടാറ്. കാരണം മേലെ തുണി വെച്ചിട്ടിക്കിടാറ്. അതിനോട് എന്തൊക്കെ മയ്യത്ത് കട്ടിലിൽ കിടത്തിയാൽ പിന്നെ ഒരെന്തിനേക്കിട് മൂടിക്കിട്. ആ മൂടിയിൽ പിന്നെ തുണി ഇട്ടാറ്. ആ തുണിയും മൂടിയും എന്താക്കിട്ടുണ്ടെങ്കിൽ മയ്യത്ത് നിസ്കരിക്ക് പറയുമ്പോൾ തുറക്കിടാറ്. ഇനി തുറന്നില്ല ആ മൂടി, തുറന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ആചുണ്ട് നാഷി ലാ യളുറു, മയ്യത്ത് കട്ടിലിൻ്റെ മൂടി ലാ യളുറു ഫി സ്വലാത്തി ഫിൽ മസ്ജിദി മുത്ലഖൻ. പള്ളിയിൽ നിസ്കരിക്കാനാകുമ്പത്തു നിരുപാധികം എന്തുണ്ട്, മയ്യത്തിനെ മൂടിയിടൽ നിർബന്ധമൊന്നുമില്ല. എന്തുമല്ല പ്രശ്നമില്ല, മൂടിയിട്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വലാഫി വൈരിഹി, പള്ളി അല്ലാത്തടത്താണെങ്കിൽ നിസ്കരിക്കുമ്പോൾ ആ മയ്യത്തിന് പള്ളിയല്ലാത്ത സ്ഥലത്ത് കാങ്കാഹിൽ അതല്ലെങ്കിൽ ഇതിലെ ദിക്ർ മജ്‌ലിസിലോടെല്ലാം വെച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കുന്നതാകാം. അപ്പം എന്താക്കാം, മയ്യത്തിനെ മൂടി ഇട്ടിട്ട് നിസ്കരിക്കൽ പ്രശ്നമില്ല. പക്ഷെ എന്തുണ്ട് അവിടെ ഇല്ല, ഈ സുമ്മിറ ആ മൂടിക്ക് ആണി അടിച്ചിട്ട് ഉറപ്പിച്ചിട്ടാണ്. ഇപ്പം ഞങ്ങളെ ക്രിസ്ത്യൻസ് അത് മയ്യത്ത് തുറക്കില്ലല്ലേ, പിന്നെ ആ കട്ടിലേക്ക് എന്താക്കിടാറ്, കട്ടിലേക്ക് ആണി അടിച്ച് വെച്ചിരിക്കിടാറ്. അതുപോലെ ആക്കത്തിറങ്ങാണ്ട് മൂടി തുറക്കണൊക്കെ എത്താവണം. ആണിട്ട് മേടി ഉറപ്പിച്ചത് അത് ഞാൻ എടുക്കുകയാവില്ല, ആ രൂപത്തിലാവത്തിറാം. അപ്പം എന്താ ചൊന്നേ, മയ്യത്ത് കട്ടിലേക്ക് മൂടി വെക്കുന്നുണ്ടായി പള്ളിയിലെങ്കിൽ അത് പ്രശ്നമില്ല. പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ പ്രശ്നമില്ല. അല്ലാണ്ട് മയ്യത്ത് കട്ടിൽ പള്ളി അല്ലാത്തടത്ത് നിസ്കരിക്കുകയുണ്ടായെങ്കിൽ ആ മയ്യത്ത് കട്ടിലേക്ക് മൂടിണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ മൂടി എന്താക്കത്തിറ, ആണി അടിച്ചിട്ട് ഉറപ്പിച്ച ഇനി തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള മൂടിയാവത്തിറ. ഇതപ്പം ചെന്നത് വലാ തസ്കുതു സലാത്തുൽ ജനാസത്തി ബിൻ നിസാഇ വലൽ ഖുനാസ. പെണ്ണുങ്ങ മയ്യത്ത് നിസ്കരിച്ചെങ്കിൽ മയ്യാവാകെ കിടെ. വലൽ ഖുനാസ, ഹുൻസകൾ ആണും പെണ്ണല്ലാത്തവരൊക്കെയുണ്ടല്ലോ. മയ്യത്ത് നിസ്കരിച്ച് മയ്യാവില്ലേ ചെന്നെങ്കിൽ ഫർള് കിഫായ ആണിങ്ങുള്ളത്.
ആണിങ്ങ നിസ്കരിക്കണായത് പിന്നെ പെണ്ണിങ്ങ നിസ്കരിച്ചിട്ട് ആണിങ്ങ നിസ്കരിക്കാണ്ട് വെച്ചെങ്കിൽ മയ്യാവില്ലേ. അപ്പോൾ ഹുനാക്ക റജുലുൻ, ആ റായത്തൊരു ആണുണ്ട് എങ്കിൽ ആ ആണ് നിസ്കരിക്കണോ, അല്ലാണ്ട് എന്താക്കത്തില്ല മയ്യത്തിസ്കാരം വീടില്ലേ. ആരെ കൊണ്ട്? ബിൽ നിസായി, പെണ്ണുങ്ങളെ കൊണ്ട്, വല്ല ഹുനാസ ഹുൻസകളെ കൊണ്ടും വീടില്ലേ. ഹുനാക്ക റജുലുൻ, അവിടെ പുരുഷനുണ്ട് എങ്കിലാണ് വീടാത്തത്. വലൗ സബിയൻ മുമയ്യിസ, ആ പുരുഷൻ ചെന്നെങ്ങുന്നുണ്ട് തമ്മീസുള്ള 7 വർഷത്തെ കിടാവുണ്ട് അവിടെ ചെറുക്കമുള്ള, എങ്കിലും പെണ്ണുങ്ങ നിസ്കരിച്ച് മയ്യാവില്ലേ. ആ കിടാവും കൂടി നിസ്കരിക്കണോ, അതാ ചെന്നെ. അമ്മ ഇതാലം തക്കുൻ വൈറഹുന്ന, മനസ്സിലായില്ലേ, ഇങ്ങല്ലാണ്ട് ആരുമില്ല, പെണ്ണിങ്ങ മാത്രമല്ല, ഹുൻസ മാത്രമല്ല, ആണ് ചൊല്ലൊരു പുഴു ഇല്ല അവിടെ. ഒരു പുഴു പോലും അവിടെ എന്തില്ല, ആണ് ചൊല്ലിൻ്റെ സാമാനം ഇല്ല അവിടെ. പെണ്ണിങ്ങ മാത്രമുള്ള രായ, അല്ലെങ്കിൽ ഹുൻസകൾ മാത്രമുള്ള രായ. എങ്കിലോ ഫതൽസമുഹുന്ന, ആ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്ക് നിർബന്ധാവിടൂ. ഓ തസ്കുതു ബി ഫിഅലിഹിന്ന, ആ പെണ്ണുങ്ങൾ ചെയ്തെങ്കിൽ മയ്യാവിടൂ. ആണുണ്ട്, ഒരു ആളുടെ പുഴു ഉണ്ടെങ്കിൽ ആണ് നിസ്കരിക്കന്നെ വേണം. പെണ്ണിങ്ങ മയ്യ നിസ്കരിക്കു തീരാണ്ടൊന്നുമില്ലേ, നിർബന്ധമായിട്ട് സാഹചര്യമുണ്ട്. പെണ്ണിങ്ങ മയ്യ നിസ്കാരം വീട്ടിൽ അങ്ങനെ നിസ്കാരം ശരിയാവുള്ളൂ, തപ്പൊന്നും അല്ല. പക്ഷേ എന്താവില്ല, ഞങ്ങൾ ഫർള് കിഫായല്ലേ, ആരെങ്കിലും ഒരാൾ നിസ്കരിക്കുമോ നിർബന്ധം ചെന്നിട്ട് ആ ഫർള് കിഫായ വീടുണ്ടെങ്കിൽ ആണ് നിസ്കരിച്ചിട്ടേ വേണം. പെണ്ണിങ്ങ നിസ്കരിച്ചിരുന്നതിന് മതിയാവില്ല എൻ്റെ അർത്ഥം. അതുകൊണ്ട് പെണ്ണിങ്ങ നിസ്കരിക്കും തീരാണ്ട് ആവശ്യമില്ല, നിസ്കരിക്കണം. പക്ഷേ പെണ്ണിങ്ങ മാത്രമുള്ളവരായെങ്കിൽ അങ്ങനെ നിസ്കരിക്കണം നിർബന്ധമായിട്ടിക്കട്. അങ്ങനെ കൊണ്ട് എന്താ അവിടെ ആ മയ്യത്തിൻ്റെ ഫർള് കിഫായ വീടും ചെയ്തു തിരിഞ്ഞ. യതഅക്കദു ഇസ്തിഹ്ബാബു സ്വലാത്തി അലാ മൻ മാത ഫിൽ ഔഖാത്തിൽ ഫാളില, ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ സമയത്തുള്ള മർച്ചങ്ങളുടെ മേൽ നിസ്കരിക്കൽ എന്താക്കൽ, മയ്യത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ആ സുന്നത്ത് മാത്രമല്ല മുതഅക്കദാണ്, കുഴപ്പമുള്ള സുന്നത്ത്. മനസ്സിലായില്ലേ, മുഅക്കദായ സുന്നത്തില്ലല്ലോ. യതഅക്കദു അല്ലെങ്കിൽ യതഅക്കദു ഇസ്തിഹ്ബാബു സ്വലാത്തി അലൽ മൻ മാത, മരിച്ചാളുടെ മേൽ നിസ്കരിക്കൽ മുടുക്കമായ സുന്നത്തുണ്ട്, ശക്തിയായ സുന്നത്തുണ്ട്. എപ്പോൾ മരിച്ചാളുടെ മേൽ ഫിൽ ഔഖാത്തിൽ ഫാളില, ശ്രേഷ്ഠമായ സമയങ്ങളിലുള്ള മർച്ചങ്ങളുടെ മേൽ നിസ്കാരത്തെ എന്താക്കുക, മയ്യത്ത് നിസ്കരിക്കൽ കടുപ്പമേറിയ സുന്നത്തുണ്ടോ. ഇപ്പം യൗമി അറഫ, അറഫാൻ്റെ നാൾ മരിച്ചിട്ട് ഒരാൾ, വല്ല ഈദി പെരുന്നാളിൻ്റെ നാൾ മരിച്ചിട്ട് ഒരാൾ, ആഷുറയുടെ നാൾ മരിച്ചിട്ട് ഒരാൾ, യൗമിൽ ജുമാ വൽ ഇർതിഹാം, വെള്ളിയാഴ്ച ദിവസമോ വെള്ളിയാഴ്ച രാത്രിയോ മരിച്ചിട്ട് ഒരാൾ. ഇങ്ങനത്തെ ആളുടെ മേലെ നിസ്കരിക്കൽ കടുപ്പമേറിയ സുന്നത്തുണ്ടോ. തബറുക്കം ബിഹി, ആ മരിച്ചാളെ കൊണ്ട് ബർക്കത്ത് വേണ്ടിയിട്ട്. കാരണം ശ്രേഷ്ഠമായ ദിവസത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നല്ലൊരു മനുഷ്യനായിട്ടിരിക്കും, അയാളെ കൊണ്ടൊരു ബർക്കത്ത് കിട്ടുവാനായിട്ട് അങ്ങനത്തെ ആളുടെ മേലെയുള്ള മയ്യത്ത് നിസ്കരിക്കൽ. മറ്റുള്ളവരുടെ മേലെ മയ്യത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ടോ, അതിൻ്റെ പുറത്ത് കടുപ്പമായ സുന്നത്തുണ്ടോ എന്നർത്ഥം. മനസ്സിലായ? വലൗ സ്വല്ല, ഒരുത്ത നിസ്കരിച്ച അലാമൻ മാത്തൽ യൗം, പള്ളിയിൽ പോയാൽ അല്ലെങ്കിൽ ഒത്തു തിരിച്ചിട്ട് തോന്നി. ഇനിയിപ്പോൾ കുറേ ആൾ മരിച്ചിട്ട് കുറല്ലേ, ഇത് കുറേ ആൾ മരിച്ചിട്ടില്ല. രാജ്യത്ത് ലോകത്ത് എത്രയോ ആൾ മരിച്ചുകൊണ്ടുള്ളവർ പത്രത്തിലുള്ള വന്നുകൊണ്ട് ഓരോ നാളും അവർ സുബൈക്ക് വെച്ചിട്ട് വന്നാക്കണേ ഇണ്ട് മർച്ചങ്ങളുടെ മേലിൽ അല്ലെങ്കിൽ അസർക്ക് തിരിച്ചിട്ട് ഇണ്ട് മർച്ചങ്ങൾ എല്ലാവരുടെ മേലും ഞാൻ നിസ്കരിക്കണേ, അള്ളാഹു അക്ബർ കയ്യേറ്റ് ഇങ്ങനെ ചെയ്യാൻ മാട്ട് നാലും ഇങ്ങനെ ഇണ്ട് മർച്ചങ്ങളുടെ മേൽ ഞാൻ നിസ്കരിക്കണേ, ഇണ്ട് മറിച്ച മുസ്ലിമുകളുടെ മേൽ ഞാൻ നിസ്കരിക്കാൻ കയ്യേറ്റാൻ പറ്റുവാ, അതാ കേൾക്കണേ. വലൗ സല്ല അലാ മൻ മാത്തൽ യൗം, ഈ 4 മറിച്ചാളുടെ മേൽ ഞാൻ നിസ്കരിക്കടേ ചെന്നിട്ട് ഫി അഖ്താറിൽ, ഭൂമിയുടെ പല രാജ്യങ്ങളിലും മറിച്ചങ്ങളുടെ മേൽ ഞാൻ നിസ്കരിക്കടേ ചെന്നിട്ട് നീത്തി വെച്ച് നിസ്കരിച്ചെങ്കിൽ ആരത് മിമ്മൻ തസിഹു സ്വലാത്തു അലൈഹി, മുസ്ലിമുന്ന് അർത്ഥം. അവൻ്റെ മേൽ നിസ്കാരം സ്വഹിയാവും. അങ്ങനത്തെ ഒത്തരൽപ്പെട്ട ഒരാളുടെ, അതായത് മുസ്ലിമിൻ്റെ മേലിൽ അർത്ഥം. ഓൻ്റെ മേൽ നിസ്കാരം ശരിയാവും. അതാരും മുസ്ലിമല്ലേ, മുർത്തദ്ദല്ല, കാഫറല്ല, അങ്ങനല്ല. പിന്നെ മുസ്ലിമായ ഒരാൾ, ആ ഒരാളുടെ മേൽ ഞാൻ നിസ്കരിക്കാൻ നീയത്ത് വെച്ച് നിസ്കരിച്ചെങ്കിൽ ജായിസാണ്, അനുവദനീയമാണ്, കുഴപ്പമില്ല. മാത്രമല്ല ബൽ നുദിബ, അത് സുന്നത്തുമായിട്ടിക്കണ്. മുറുക്കമായ സുന്നത്തല്ല, ശക്തിയുള്ള സുന്നത്തില്ല, സുന്നത്തുണ്ടു. എന്തേത്താ
വയജൂസു വസ്ലു അഹദി സൗജീദിൽ ആഖറ. രണ്ട് ഭാര്യ ഭർത്താവിൽ ഒരാൾക്ക് കുളിപ്പിക്കാൻ മയ്യത്ത് കുളിപ്പിക്കാട്ട ഭാര്യ ഭർത്താവിൽ നിന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാളെ മറ്റൊരാൾക്ക് കുളിപ്പിക്കൽ അനുവദനീയമാണ്, കുഴപ്പമില്ല, പ്രശ്നമില്ല. പെഞ്ഞായുടെ മാപ്പിളയെ കുളിപ്പാട്ട, മാപ്പിളയുടെ പെഞ്ഞായി കുളിപ്പാട്ട, കുഴപ്പമില്ല, നല്ലതല്ല, പെണ്ണിങ്ങമേ നല്ലത്, മനസ്സിലായില്ലേ? തൊലാക്കില്ലപ്പെട്ടാത്ത പെണ്ണാവണോ എൻ്റെ മങ്ങിലായിട്ടുള്ള മനസ്സിലായില്ലേ, തൊലാക്കൊന്നും ചെന്നിട്ടില്ലേ, അങ്ങനത്തെ പെണ്ണാവണം, അങ്ങനെയെങ്കിൽ മാത്രം. വക്കദാ മസ്സുഹു, ഒരാളെ മറ്റൊരാൾക്ക് തൊടാം, കുഴപ്പമില്ല. വനദുറുഹു, ഒരാളെ ഭർത്താവുടെ ഭാര്യക്ക് നോക്കാം. മരിച്ചിട്ട് പിന്നെ ഒരാൾ മരിച്ചു പിന്നെ എല്ലാം മുറിഞ്ഞിട്ടും തന്നെ ഇരിക്കരുത് തീരാം, മാപ്പാളെ പിന്നെ പിരിഞ്ഞിട്ട് ഇരിക്കരുത് തീരാം. എപ്പോഴും ഇതുണ്ട് മരിച്ചാൽ പിന്നും അവൻ്റെ സ്വത്ത് കിട്ടരുത്, ഓളെ സ്വത്ത് ഓണക്ക് കിട്ടരുത്, അതല്ല ഇസ്ലാമിനുള്ള വിഷയമല്ലേ. വനമുറുഹു, ഓനക്ക് നോക്കാം, തൊടാം, കുഴപ്പമില്ല. ഓനക്ക് ഒരാൾ പെഞ്ഞായിൻ്റെ മാപ്പിളയെ കുളിപ്പാട്ട, മാപ്പിളയെ പെഞ്ഞായിൻ്റെ കുളിപ്പാട്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, കുഴപ്പമില്ല. മായതല്ല ഔറത്ത, ഔറത്ത് നോക്കത്തേറാ, ശരി, മറ്റുള്ളവരുടെ ഔറത്ത് നോക്കത്തേറാ, മനസ്സിലായില്ലേ? അത് ബിലാശഹുവത്തിൽ, വികാരം ഉണ്ടെങ്കിൽ തീരാ, മനസ്സിലായില്ലേ? വികാരം ഇല്ലെങ്കിൽ പോലും, മനസ്സിലായില്ലേ, ലൈംഗിക വിചാരമൊന്നും ഇല്ലാത്ത നിലയ്ക്ക് എന്താക്കാം, ഔറത്ത് പോലും നോക്കാം, ഇല്ലാത്ത സമയത്ത് പോലും നോക്കുവത്തിയറ ഔറത്ത്. ഫബിഹാം, ആ വികാരത്തോടുകൂടെ മരിച്ച മയ്യത്തിൻ്റെ ഔറത്ത് നോക്കൽ യഹ്റുമു, ഹറാമാണ്. മാപ്പിളത്ത് പെഞ്ഞായെങ്കിൽ പെഞ്ഞാൻ്റെ മാപ്പിളയെങ്കിൽ വികാരത്തോടു കൂടി നോക്കുവത്തിയറ അവിടെ. കാരണം വികാരം ജായിസായ സ്ഥലമായിട്ടിക്കട് ഭാര്യയും ഭർത്താവുണ്ട്. അപ്പം അവിടെ മരിച്ചെങ്കിൽ പിന്നെ ആ പരിപാടി ഇല്ലേ. അജനബിയായ പെണ്ണാണെങ്കിൽ പിന്നെ എന്തും നോക്കത്തിരല്ല, ചുവത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നോക്കത്തിരല്ല. അമ്മൽ ഔറത്തു ഫയഹ്റമു മസ്സുഹാ ബിലാ ഹായിൻ മുത്ലഖ, ഒരു മയ്യത്തിലെ ഔറത്തു മാപ്പിള പെഞ്ഞായിട്ടല്ല മുത്തലഖൻ ചൊല്ലേ എന്ത് ഫയഹ്റമു മസ്സുഹാ, ആ ഔറത്ത് തൊടൽ ഹറാമാണ്, ഔറത്ത് തൊട്ടത് ഹറാമായിട്ട് ബിലാ ഹായിൻ, മറയില്ലാണ്ട് എന്താക്കണേ മയ്യത്തിലെ ഔറത്ത് തൊട്ട് ഹറാമായിട്ടിക്കട് മുത്തലഖൻ, നിർബാധികം. അത് മാപ്പിള പെഞ്ഞായാവട്ടു അല്ലാത്താവട്ടു ആരാവട്ടു, മയ്യത്തിലെ ഔറത്ത് തൊട്ടേശൻ്റെ സംഭവം അത് മറയില്ലാതെ തൊടൽ, തുണി കയ്യിലില്ലാണ്ട് കുളിപ്പാട്ട നിർബന്ധമായിട്ട് വേണു, കയ്യിൽ തുണി, ആ തുണിയുള്ള വരയിട്ടിട്ട് കയ്യിൽ വരയിട്ടിട്ട് കഴുകണോ, അത് തൊടല് ഹറാമായിട്ടിക്കട് വരന്തിരാണ്ട്. വയജൂസു നളുറുഹാ ബിലാ ഷഹ്വത്തിൻ, ഇതല്ലേ വികാരമൊന്നും ഇല്ലെങ്കിൽ ഔറത്തിലേക്ക് നോക്കൽ ജായിസാണ് എന്നാണോ പറയുന്നത്? വയജൂസു നളുറുഹാ, മനസ്സിലായില്ലേ? മറയില്ലാണ്ട് തൊടൽ ഹറാമാണ് ഔറത്തിന്, ആ ഔറത്തിന് നോക്കൽ ജായിസാണ് ബിലാ ഷഹ്വത്തിൻ, വികാരം ഇല്ലാതെ. വികാരം ഉണ്ടെങ്കിൽ തീരാ, അല്ലെങ്കിൽ വികാരം ഇല്ലെങ്കിൽ നോക്കൽ ജായിസാണ്. ഒഴിവാക്കലായിട്ടിക്കണ് നല്ലത്, ജായിസായെങ്കിലും ഒഴിവാക്കൽ നല്ലതായിട്ടിക്കണ്. തിരിച്ചാ ഇനി ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് ചൊന്നെങ്കിൽ ഒന്നുണ്ടല്ലോ, നോമ്പിൽ കൊടുക്കുന്ന സക്കാത്ത്. സക്കാത്തുൽ ബദൻ, തടിയുടെ സക്കാത്ത് ചൊല്ലറയ്ക്ക്. വഹിയ സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത്. തടിയുടെ സക്കാത്തുണ്ട്, മുതല സക്കാത്തുണ്ട്. മൊത്തത്തിൽ ഉള്ളമേ 8 കാര്യത്തിലാണ് സക്കാത്തുള്ളത്. ആടുമാട്, ഒട്ടകം, സ്വർണം, വെള്ളി, പിന്നെ കൃഷി, മുന്തിരി, ഈത്തപ്പഴം, ഇതുപോലത്തേലൊക്കെ സക്കാത്തുള്ളത്. കച്ചവടം, അതെല്ലാം മുതലിൽ സക്കാത്തായിരിക്കും. ഇത് ഫിത്ർ സക്കാത്ത് ഉണ്ടെങ്കിൽ തടിയുടെ സക്കാത്ത്. തജിബു അലാ കുല്ലി ഹുറിൻ, എല്ലാ സ്വതന്ത്രന്മാർക്കും നിർബന്ധമായിട്ട്. സ്വതന്ത്രന്മാരുണ്ടെങ്കിൽ അടിമല്ലാത്തങ്ങൾ നിർബന്ധം. ബി ഖുറൂബി ഷംസിയോ ലൈലത്തുൽ ഫിത്രി, അറബിയുടെ കണക്കിൽ ജാവ് മുന്നലും പോൾ പിന്നെ. പെരുന്നാൾ 2 ജാവ് ചെന്നെങ്കിൽ പെരുന്നാൾ പിറ്റേന്ന് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ജാവ്.
ബണ്ട ജാവല്ല ഫസ്റ്റ് ജാവ് വന്നിട്ട് പിന്നെ പോൾ ബണ്ട് പെരുന്നാളെ ജാവ് മുന്നോളൂ പിന്നെ പോൾ പിന്നെ പെരുന്നാളെ ജാവ് ചൊന്നെങ്കിൽ ആ പെരുന്നാൾ നിസ്കരിക്കുന്നുണ്ട് അന്നത്തെ എന്താക്കുക നിസ്കരിക്കുന്നുണ്ട് അന്നത്തെ ജാവ് പെരുന്നാളിൻ്റെ ജാവ് സൂര്യ അസ്തമിച്ചെങ്കിൽ മനസ്സിലല്ലേ നിർബന്ധമായിട്ട് എന്ത് അന്നഫ്സിഹി ഓരോ തടിയെ തൊട്ടും ഫിത്തർ സക്കാത്ത് കൊടുക്കണോ വൻ കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമിൻ തൊട്ടും തൽസമുഹു നഫഖത്തുഹു ഇപ്പം മോണുകാക്കക്ക് എന്തുണ്ട് അയാൾക്ക് ചെലവ് കൊടുക്കുന്ന നിർബന്ധമായിരിക്കും ആർക്ക് പെഞ്ഞായിക്ക് മക്കൾക്ക് പിന്നെ ബാപ്പ അമ്മക്ക് കഴിവില്ലെങ്കിൽ ബാപ്പ അമ്മ കൊടുക്കൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായിരിക്കില്ലല്ലേ അപ്പം ചെലവ് കൊടുക്കൽ നിർബന്ധമായ മുസ്ലിമീങ്ങളെ തൊട്ടും സ്വന്തം നഫ്സിനെ തൊട്ടും ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിട്ടിക്കടേ മനസ്സിലായേ എപ്പോഴാണ് കൊടുക്കേണ്ടത് ഇൻ ഫളുലത്ത് അൻ ഖൂത്തി നഫ്സിഹി വ മമൂനിഹി ലൈലത്തുൽ ഈദി യൗമിഹി ഉണ്ടെങ്കിലല്ലേ കൊടുക്കണേ ഉണ്ടെങ്കിൽ മാത്രം ഇൻ ഫളുലത്ത് ജാസ്തി ഉണ്ടെങ്കിൽ അൻ ഖൂത്തി നഫ്സിഹി ഓൻ്റെ തടിക്കുള്ള ഭക്ഷണം ഉണ്ട് വ മമൂനി ചിലവർക്ക് നിർബന്ധമായിരിക്കും ഭക്ഷണം ഉണ്ട് അവിടെ എപ്പോൾ ഉണ്ടോ ലൈലത്തുൽ ഈദി വ യൗമിഹി പെരുന്നാളിൻ്റെ ജാവുകും പെരുന്നാളിൻ്റെ നാളിലും ചെന്നെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് പെരുന്നാൾ ജാവ് ചെന്ന് പെരുന്നാൾ പോളും പിറ്റേന്ന് ജാവോ ആവാം ചിലവ് നോക്കട്ടെ ഇവിടെ ഇങ്ങനെ ചെന്നെങ്കിൽ പെരുന്നാളിൻ്റെ പോൾ ഫസ്റ്റ്ക്ക് ജാവ് പിന്നെ അതങ്ങനെ ഇസ്ലാമിൻ്റെ നിയമം ചിലവുടെ വിഷയത്തിലല്ല അപ്പോൾ പെരുന്നാളിൻ്റെ പോളും പണ്ട് ജാവുകും ചിലവ് കൊടുക്കൂ ഉള്ള സ്വത്തുണ്ട് അതിനെ തൊട്ട് മിച്ചമുണ്ടെങ്കിൽ ജാസ്തി ഉണ്ടെങ്കിൽ അവിടെ എന്താക്കണം അപ്പോൾ ഇൻഡിപ്പെൻഡൻ്റ് 10,000 രൂപ ഉണ്ടോണ്ടിട്ടിക്കുക എങ്കിൽ പെഞ്ഞായി മക്കൾക്കുള്ള ചിലവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ മയ്യാവും അപ്പോൾ 10,000 രൂപയിൽ ബാക്കി പൈസ ഉണ്ടല്ലേ അപ്പോൾ എന്താക്കണോ ഫിത്തർ സക്കാത്ത് കൊടുക്കണോ കാരണം 2 പോളുകും പിറ്റേന്ന് ജാവുകും ചിലവുകളുള്ള മയ്യ അവിടെ അല്ലേ അതുകൊണ്ട് അതിന് മിച്ചം വന്നത് കൊണ്ട് അവിടെ ഫിത്തർ സക്കാത്ത് കൊടുക്കണോ ചോറ് കറി മാത്രം മയ്യാവില്ല പിന്നെ നോക്കണം പിന്നെന്തേ പിന്നെ വാൻമൽ ബസ്സിൻ ഡ്രസ്സിനെ തൊട്ടും മിച്ചം പറഞ്ഞു മസ്കൻ താമസിക്കാനുള്ള വീടിനെ തൊട്ടും മിച്ചം പറഞ്ഞു മനസ്സിലെ അപ്പോൾ ഡ്രസ്സുണ്ട് അണ്ടത്ത് കിടക്കൂ അണ്ട് നിൽക്കുക അവ ഉണ്ട് മനസ്സിലെ ഹാദിമിൻ യഹ്താജു ഇലൈഹ ഹാദിമിനെ തൊട്ടും മിച്ചം പറഞ്ഞോ യഹ്താജു ഇലൈഹ ആ ഹാദിമിലേക്ക് ഓൾഗു ഹാദിമ് പോകണം ഹാദിമ് ചെന്നെങ്കിൽ ഓൾക്ക് പെഞ്ഞായിക്ക് ഹാദിമു എല്ലാം ഉള്ള ഓൾക്ക് നോക്കുക ആളെല്ലാം അവിടെ ഒത്തിക്കുമ്പോൾ പെഞ്ഞായിടെ ഒത്തിക്കുമ്പോൾ അതേപോലെ ഇവിടെ എന്തുണ്ട് ഹാദിമിന്നെങ്കിൽ ഹാദിമിങ്ങ ചെന്നെങ്കിൽ ഓളെ ചോറ് കറിയാക്കി കൊടുക്കും ഓളെ ഡ്രസ്സ് കളക്കുള്ള ആൾക്കാരല്ലേ അത് ചില രായത്തെല്ലാം ഉണ്ട് അപ്പോൾ അതുള്ളതുപോലെ അവളിലേക്ക് ആവശ്യമായ ഹാദിമിനെ തൊട്ടും മിച്ചുണ്ടെങ്കിൽ ജാസ്തി ഉണ്ടെങ്കിൽ കൊടുക്കണോ വക്കതായൻ ദൈനിഹി കുറേ കടമുണ്ട് ആ കടത്തിന് തൊട്ടും മിച്ച പറഞ്ഞോ അതിൽ വിഷയമുണ്ട് പ്രത്യേകത കടം വീടുകൾക്ക് ഇഷ്ടംപോലെ സ്വത്തും ഉണ്ട് എങ്കിൽ ആ കടം നോക്കില്ലേ കടം വീടുള്ള സ്വത്തും ഉണ്ട് കടം ഉണ്ട് എന്നൊരു മുണ്ടതൊക്കാവില്ലേ കടത്തിനെ തൊട്ടിട്ടും ഖാദിമിനെ തൊട്ടിട്ടും പിന്നെ അവത്തെ തൊട്ട് പുതിയ അവ ഇല്ല നിങ്ങൾക്ക് പല അവ ഉള്ളേ അതൊന്നുമില്ല 2 താമസിക്കും അവ ഉണ്ടാ നാളെ നോക്കണേ വസ്ത്രം അവർക്ക് അന്ന് തിന്നുക അന്ന് പോളും പണ്ട് ജാവു തിന്നുകൊള്ള ഫുഡുണ്ടാ എങ്കിൽ അതിന് തൊട്ട് മിച്ചം വന്നെങ്കിൽ ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിട്ടിക്കടേ പിന്നെ എത്ര കൊടുക്കണോണ്ട് അത് ചോദിട്ടെ ഓഹിയ എത്ര കൊടുക്കണം ഒരാൾക്ക് സാഉൻ അൻ കുല്ലി വാഹിദിൻ മിൻ ഗാലിബി ഖൂത്തി ബലദി അവൻ്റെ റായത്ത് സാധാരണ തിന്നുന്ന ഭക്ഷണത്തിൽ നിന്നിട്ട് എല്ലാ ഓരോരുത്തർ തൊട്ട് ഒരു സാവ് കൊടുക്കണം ഒരു സാവ് ചെന്നെങ്കിൽ 4 മുദ്ദു ഒരു മുദ്ദു ചെന്നെങ്കിൽ 800 ml ലിറ്റർ കണക്ക് നല്ലത് തൂക്ക കണക്ക് നോക്കിയെങ്കിൽ 800 ml ഒരു മുദ്ദു ചെന്ന എത്ര 800 ml അപ്പോൾ 4 മുദ്ദായിട്ട് ഒരു സാവ് ചെന്നെങ്കിൽ അപ്പോൾ എത്ര 8 8 16 മനസ്സിലായില്ലേ 32 അപ്പം 3 ലിറ്ററും 200 ml കൊടുക്കണമാവും 300 ലിറ്ററും 200 ml കൊടുക്കണം ലിറ്റർ കണക്ക് കൊടുക്കുന്നത് നല്ലത്
കിലോ കണക്കിൽ കൊടുക്കാം. ചിലപ്പോൾ എന്താവും കിലോ കണക്ക് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. 3 ലിറ്ററും 200 മില്ലി ലിറ്റർ ആകുമ്പോൾ സാധാരണ പണ്ട് 2 കിലോ 600 പേർ കിലോ നോക്കുമ്പോൾ. കാരണം അരിയുടെ വലിയ അരി തൂക്കമില്ലാത്ത അരിയെല്ലാം ഇക്കട്. അപ്പോൾ അതൊക്കെ കഷ്ടമാവുന്നത്. തൂക്കം നോക്കുന്നതല്ല നല്ലത്, എന്താക്കടേ അളന്ന് കൊടുക്കുന്നത് നല്ലത്. ഇത് തൂക്കം നോക്കിയെങ്കിൽ 2 കിലോ 600 700 800 എല്ലാം പണ്ട് ചിലപ്പോൾ ചെല്ലാവില്ല. ഏതായാലും 4 മുദ്ദ്, ഒരു മുദ്ദിന് 800 മില്ലി ലിറ്റർ. ഒരു സാഹചര്യം എത്ര 3 ലിറ്ററും 200 മില്ലി ലിറ്ററും ഇത് കൊടുക്കണം. പിന്നെ 6 തൊട്ടുള്ള കൊടുക്കണോ ചൊന്നെടുത്ത് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പെരുന്നാളിൻ്റെ റമദാനല്ല നോക്കുക, റമദാൻ ലാസ്റ്റ് പെരുന്നാളിൻ്റെ നാളില്ലേ, റമദാൻ്റെ മഗ്‌രിബും മുന്നൂലും ഒരാൾ മറിച്ചിട്ട്, റമദാൻ മഗ്‌രിബ് കഴിഞ്ഞിട്ട് പെരുന്നാളിൻ്റെ മഗ്‌രിബിക്ക് മുന്നൂല് ഒരാൾ മറിച്ചിട്ട്, അസറിന് മറിച്ചിട്ട് ഒരാൾ എന്താക്കിയിട്ട് മഗ്‌രിബിൽ പിന്നെ മറിച്ചിട്ട്, മഗ്‌രിബിക്ക് മുന്നൂല് മറിച്ച ഒരാൾക്ക് സക്കാത്ത് കൊടുക്കണം, ഫിത്ർ സക്കാത്ത് കൊടുക്കണം. മഗ്‌രിബിൽ പിന്നെ മറിച്ച ആൾക്ക് സക്കാത്ത് കൊടുക്കണം ഒന്നത്. അല്ലെങ്കിൽ ഒരു പെണ്ണിങ്ങ അസർക്ക് പെത്തിട്ട്, അസർക്ക് പെത്തേ അപ്പോൾ അവനക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അല്ല മഗ്‌രിബിൽ പിന്നെ പെത്തേ ഒരു പെണ്ണ്, അത് പെണ്ണ് പെത്തത്തെ ഒരു കിടാവിടെ അതിക്ക് സക്കാത്ത് കൊടുക്കണം, ആക്ക് കിടാവ് സക്കാത്ത് കൊടുക്കണം. അതാ ചൊല്ലേ ലാ തജിബുൽ ഫിത്രത്തു, ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. ബിമാ ഹദസ ബഅദൽ ഗുറൂബി, മഗ്‌രിബിൽ പിന്നെ ഒരു ഉണ്ടായ കിടാവുകു ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. മിൻ നഹ്വി വിലാദ, പ്രസവം പോലത്തുകൊണ്ട് ഉണ്ടായി. വ നിക്കാഹിൻ, നിക്കാഹ് കൊണ്ട് എന്തുണ്ടായി ഒരാൾ പുതുതായി എങ്കിൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. ചൊന്നെങ്കിൽ മഗ്‌രിബിൽ പിന്നെ ഒരാൾ മങ്ങിലാക്കി കൊടുത്തു, പെരുന്നാളിൻ്റെ ജാവുക ഒരാൾ പെണ്ണിടെ മങ്ങിലാക്കി കൊടുത്തെങ്കിൽ മഗ്‌രിബിയുടെ സമയത്ത് ഓളെ ബാപ്പയുടെ ഉണ്ടെത്തി, ബാപ്പയുടെ അധികാരത്തിൽ നിന്ന് മഗ്‌രിബിൽ പിന്നല്ലേ ഓൻ്റെ അധികാരത്തിൽ പണ്ടേ, മഗ്‌രിബിൽ നിന്ന് നിക്കാഴ്ച മഗ്‌രിബിൽ പിന്നെ നിക്കാഴ്ചിട്ട് അതുകൊണ്ട് ഓൻ്റെ അധികാരത്തിൽ പണ്ടേ പിന്നെ, അതുകൊണ്ട് ആ പുതിയാപ്പിളേക്ക് കൊടുക്കേണ്ട നിർബന്ധമില്ല ഫിത്ർ സക്കാത്ത്, അത് ബാപ്പ കൊടുക്കണോ. കാരണം ഓൻ്റെ അധികാരത്തിൽ വന്നപ്പോൾ ആ മഗ്‌രിബിൽ പിന്നല്ലേ. അല്ലെങ്കിൽ ഒരു പെണ്ണിങ്ങ പെത്തത് മഗ്‌രിബിൽ പിന്നെ പെത്തത് എങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട, ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. ആര് കൊടുക്കണ്ട? ഇതൊരു ബാപ്പ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മഗ്‌രിബിൽ പിന്നെ ഉണ്ടായത് കൊണ്ട് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. കൊടുക്കോ തീരണ്ടല്ല, നിർബന്ധമില്ല. ചൊന്ന് വലാ തസ്ഖുതു ബിമാ യഹ്ദുസു ബഅദഹു മിൻ നഹ്വി മൗത്തിൻ വ തലാഖിൻ. ഒരാൾ നോമ്പ് റമദാൻ ഫുള്ള് ഇട്ട് അയാൾ മഗ്‌രിബിൽ പിന്നെ മറിച്ചിട്ട്, മഗ്‌രിബിൽ പിന്നെ മഗ്‌രിബ് തോളം ഇന്നത്തല്ലേ അയാൾ മഗ്‌രിബ് ആ ഫർളാവിടെ സമയത്ത് ഇന്നത്തല്ലേ മഗ്‌രിബിലെ ഫർളാവിടെ ആ സമയത്ത് ഇന്നത് കൊണ്ട് മഗ്‌രിബിൽ പിന്നെ മറിച്ച് എന്നതുകൊണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കാണ്ടിരിക്കുകയുള്ളേ. വ തലാഖിൻ, മഗ്‌രിബിൽ പിന്നെ ഒരു പെണ്ണിടെ വന്ന് തൊലാഖ് ചൊന്ന, ഒരു പെണ്ണിൻ്റെ തൊലാഖ് മഗ്‌രിബിൽ പിന്നെ ഒത്ത ചൊന്ന എന്നതുകൊണ്ടും അവൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കാണ്ടാവില്ല. കാരണം മഗ്‌രിബിൻ്റെ സമയത്ത് ആ ഫർളാവുടെ സമയത്ത് ഓൻ്റെ അധികാരത്തിൽ നിന്നാൽ ആ പെണ്ണ് എന്താ ഒരാൾ അസർക്ക് പെത്തിട്ട് അസർക്ക് മഗ്‌രിബ് മുന്നലായിട്ട് മറിച്ചും ചെയ്തിട്ട് പെത്തിട്ട് പെണ്ണ് മറിച്ചിട്ടെങ്കിൽ അവിടെ ഫിത്ർ സക്കാത്തില്ല. മഗ്‌രിബിൽ പിന്നെ പുതുതായ കുട്ടിക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. മഗ്‌രിബിൽ പിന്നെ മറിച്ചെങ്കിൽ സക്കാത്ത് കൊടുക്കും വേണം. കാരണം മഗ്‌രിബിൻ്റെ സമയത്ത് ഇന്നത്തെ കണക്ക് അതാ കണക്ക്. മഗ്‌രിബിൽ മുന്നൂലു ആ മറിച്ചെങ്കിൽ അതില്ലാണ്ടായെങ്കിൽ അവിടെ എന്ത് കൊടുക്കണ്ട, ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. മഗ്‌രിബിൽ പിന്നെ പുതുതായ ഒരാളുണ്ട്, നക്ക് അധികാരത്തിൽ വന്നേ മാരി മുന്നൂല് തന്നെ അധികാരത്തിൽ പോയിരുന്നെ, അപ്പോഴും കൊടുക്കണ്ട. മഗ്‌രിബ് ടൈമിൽ എന്ത് വേണം, നൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മഗ്‌രിബ് ആ ഫർളാവുടെ ടൈമിൽ ഉണ്ടാവണം. അതിൽ പിന്നെ ഉണ്ടായതും കൊടുക്കണ്ട, അതിൽ പിന്നെ മറിച്ച ആൾക്ക് കൊടുക്കാണ്ടിരിക്കണം പോവില്ല. എന്താ വല തജിബു അൻ സക്കാത്ത് സൗജത്തിൻ നാഷിസ, ഭാര്യ ഭർത്താവ് ഭയങ്കര പിണക്കത്തിലാണ്,
ചിലവ് മുടക്കണ പിണക്കുണ്ട്. നിക്കായുടെ ബാബിൽ ഓതിട്ടിക്കൊതിന് ചിലവെല്ലാം കിട്ടാതിരിക്കല് ഭർത്താവ് വിളിച്ചപ്പോൾ പിന്നെ വന്നിട്ടില്ല, അത് കാരണം കൊണ്ട് പിണങ്ങിയ പറയും ഭാര്യ. ഓൾക്ക് എന്താക്കണ്ട, ഓളെ സക്കാത്ത് പുതിയാപ്പിള കൊടുക്കണ്ട, മാപ്പിള കൊടുക്കണ്ട സക്കാത്ത്. കൂടെ ജീവിക്കാനായിട്ട് ഒരാവത്ത് ജീവിക്കാറ് മനുഷ്യന്മാരെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യന്മാരെ വെറുപ്പ് കാണിക്കാൻ വേണ്ടി വീട്ടിൽ താമസിക്കണമെങ്കിൽ പോലും ഓളെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമല്ല ഉണതോ. ബൽ തജിബു അലൈഹ, ഓളുടെ ഫിത്ർ സക്കാത്ത് ഓളെ കൊടുക്കണോ, ഭാര്യ കൊടുക്കോ തരാ ഓളെ കൊടുക്കണോ. വലാൻ ഗൈബത്തിൻ വലാ ഗനിയത്തിൻ തഹ്ത മുഅ്സിരിൻ, പാവപ്പെട്ട ഭർത്താവിൻ്റെ കീഴിലുള്ള പണക്കാർത്തിയായ ഭാര്യയാണെങ്കിൽ അവളെ തൊട്ടും ഭർത്താവ് സക്കാത്ത് കൊടുക്കണ്ട. കാരണം പാവപ്പെട്ടവനല്ലേ, സക്കാത്ത് നിർബന്ധമില്ലല്ലോ. ഓനിത് കൊടുക്കുമെന്ന് നമുക്ക് നിർബന്ധമില്ല. അപ്പം എന്താ പെഞ്ഞായി കൊടുക്കണേ? പക്ഷെ പെഞ്ഞായിക്ക് നല്ല പൈസ ഉണ്ട്, പെഞ്ഞായി സ്വന്തം സ്വത്ത് കുറേ ഉണ്ട്, എങ്കിലും ഓൾ കൊടുക്കണം സക്കാത്ത്. ബൽ തുസന്നുലഹ, ഓൾക്ക് അവിടെ സക്കാത്ത് കൊടുക്കുക നിർബന്ധമൊന്നുമില്ല, സുന്നത്തുള്ളേ. വലായൻ വലതിൻ സഗീരിൻ ഖനിയൻ, ഓനക്കൊരു മോനുള്ള പക്ഷേ ചെറിയ മോന് പൈസ ഉണ്ടോണ്ടിട്ട് ഇഷ്ടം പോലെ, ഓന് തൊട്ടും ബാപ്പ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. ഫതജിബു മിൻ മാലിഹി, ഓൻ്റെ സ്വത്തെടുത്ത് കൊടുക്കണം നിർബന്ധമായത്. വലായൻ കബീരിൻ ഖാദിൻ അലാ കസ്ബിൻ, ഒരു വലിയ മോനുക്ക് സ്വറ ഉണ്ട്, ഖാദിൻ അലാ കസ്ബിൻ, സ്വറ എടുക്കുക സാധ്യമുണ്ട്, ഓനക്ക് പ്രശ്നമൊന്നുമില്ല, നയിക്കുക കൈവെള്ളമുണ്ടോ, അങ്ങനത്തെ വലിയ മോനായെങ്കിലും ആ മോനെ തൊട്ട് ബാപ്പക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല, ഓമേനെ കൊടുത്തോട്ടു. ബൽ തജിബു അലൈഹി, ഓൻ്റെ മേൽ നിർബന്ധമായിട്ടിക്കറ് ഈ മോനെ കൊടുക്കണോ. വല അല മമൂൻ കാഫിൻ, കാഫിറായ ചെലവെടുക്ക നിർബന്ധമായ അടിമൻ്റെ എൻ്റെ കീഴിൽ, അല്ലെങ്കിൽ കാഫിറായ ഒരുത്തൻ എൻ്റെ ഒത്തിക്ക് ഹാദ്യമായിട്ടുള്ള, അപ്പോൾ ആ കാഫിർ ചെലവെടുക്ക നിർബന്ധമായ കാഫിറിൻ്റെ മേൽ തൊട്ടും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാഫിറല്ലേ, അവർക്ക് ഫിത്ർ സക്കാത്ത് ഇന്നെങ്കിലല്ലേ. വല അൻ മുർത്തദിൻ, ഇസ്ലാമിനെ തൊട്ട് പുറത്തു പോയതായ ആളെ തൊട്ടിട്ടും ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. ഇല്ല ഇൻ ആദലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് മടങ്ങിയും കൊടുക്കണോ. കാഫിർ മുസ്ലിമായിട്ട് അല്ലെങ്കിൽ മുർത്തദ്ദ ഇസ്ലാമിന് പുറത്തു പോയ ആൾ മുസ്ലിം ഇസ്ലാമിലേക്ക് മടങ്ങി വന്നെങ്കിൽ കൊടുക്കണോ. പിന്നെ വഫിത്രത്തു വലദി സിന, സിനയുടെ കിടാവ്, സിനയിലുണ്ടായ കിടാവിടെ ഫിത്ർ സക്കാത്ത് ആറ് കൊടുക്കണോ. നമുക്ക് അബ്ബയില്ലല്ലേ, ആ കുട്ടിക്ക് അബ്ബയില്ലാത്തത് കൊണ്ട് അല ഉമ്മിഹി, ആ കുട്ടിയുടെ ഉമ്മയുടെ മേലിലാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക. പിന്നെ വയുന്തബുലിൽ മുഅസ്സിരി ഇഖ്റാജുഹാ ബിനഹ്വി ഇഖ്തിറാദിൻ വതഖഉ വാജിബത്തൻ, നിരിക്കക്കാരനായ അതായത് പൈസ ഒന്നും ഇല്ലാത്ത അവർക്ക് സുന്നത്തായിട്ടിക്കട് ഇഖ്റാജുഹാ ഫിത്ർ സക്കാത്ത് കൊടുക്കിട്ട് സുന്നത്തായിട്ടിക്കട്, നിർബന്ധമൊന്നുമില്ല, സുന്നത്തുണ്ടോ. ബിനഹ്വി ഇഖ്തിറാദിൻ, ആരുടെങ്കിലും കടർത്തിട്ടെങ്കിലും എന്താക്കണ കൊടുക്കൽ സുന്നത്തുണ്ടോ. ഷേ വതഖഉ വാജിബത്തൻ, അത് വാജിബായി മാറുകയും ചെയ്യും, വാജിബായി വീടുകയും ചെയ്യും, വാജിബായി വീടുകയും ചെയ്യും, അത് നിർബന്ധമായിട്ട് വാജിബായിട്ട് വീടുകയും ചെയ്യും. മനസ്സിലായ. വഖ്തു അദായിഹ മിൻ വഖ്തിൽ വുജൂബി ഇലാ ഹുറൂബി യൗമിൽ ഫിത്ർ, എന്ത് വഖ്തു അദായിഹ, എപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണോ, ഫിത്ർ സക്കാത്ത് എപ്പോൾ കൊടുക്കണോ, കൊടുക്കുന്ന ടൈം മിൻ വഖ്തിൽ വുജൂബി, ഫർലായ സമയം മുതൽ, ഫർലെപ്പായിട്ട് മഗ്‌രിബിയുടെ സമയത്തായിട്ടില്ലേ, പെരുന്നാളിൻ്റെ നാളിൻ്റെ ജാവ് ഫസ്റ്റ് കല്ലേ വേണ്ടേ, ആ മഗ്‌രിബിയുടെ സമയത്ത് ഫർലായിട്ട് അത് മുതൽ ഇലാ ഗുറൂബി യൗമിൽ ഫിത്ർ, ഫിത്റിൻ്റെ പോള് മഗ്‌രിബാവില്ലേ, ഫിത്ർ പെരുന്നാൾ രണ്ടും മഗ്‌രിബ് അതുവരെ ടൈമുണ്ട് കൊടുക്കും. വയജൂസു തഅജീലുഹാ മിൻ അവ്വലി റമളാന, റമളാൻ്റെ ഫസ്റ്റിക്കേ കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല, അത് ജായിസായിട്ടിക്കട്. ഉളരിപ്പിക്കാന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റിക്ക് റമളാൻ്റെ ഫസ്റ്റിക്ക് കൊടുക്കുക, കുഴപ്പമില്ല. വയുക്റഹു തഅഖീറുഹാ അൻ വഖ്തിൽ ഈദ്, പെരുന്നാൾ നിസ്കാരത്തോട്ട് പിന്തിപ്പിക്കൽ, പെരുന്നാൾ നിസ്കരിക്കുന്ന മുന്നിൽ കൊടുത്തു ഇരിക്കും നല്ലത്, പെരുന്നാൾ നിസ്കാരത്തോട്ട് പിന്തിപ്പിക്കൽ കറാത്തായിട്ടിക്കൽ, കൊടുക്കണമെങ്കിൽ മാരിതോളം കൊടുക്കുക, പക്ഷേ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ആ സമയം മുന്നോൾ കൊടുക്കൽ നല്ലതായിട്ടിക്കൽ, അത് പിന്തിക്കോ തീരാ പിന്തിക്കൽ കറാത്തായിട്ടിക്കൽ. വയഹ്റുമു തഅഖീറുഹാ അൻ യൗമിൽ ഈദ്, പെരുന്നാളിൻ്റെ 4 മഗ്‌രിബത്തോളം സമയമുള്ളേ അതിൽ പിന്നെ പിന്തിക്കൽ ഹറാമുമായിട്ടിക്കൽ. വയഹ്റുമു തഅഖീറുഹാ, ഫിത്ർ സക്കാത്തിനെ പിന്തിപ്പിക്കൽ ഹറാമാണ്. അൻ യൗമിൽ ഈദ്, പെരുന്നാളിൻ്റെ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമായിട്ടിക്കൽ. ഹറാം ചെന്നെങ്കിൽ ഏതൊരു ബിലാ ഉദ്രി കാരണമല്ലെങ്കിൽ,
കാരണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. 6 ഫക്കീറന്മാരില്ല നാളെ വേണ്ടേ, അപ്പം എന്താക്കാം അവിടെ എടുത്തു വെക്കാമല്ലോ. ഉദുറൊന്നും ഇല്ലെങ്കിൽ ആ പെരുന്നാളിൻ്റെ മഗ്‌രിബ് തുറ ടൈമുള്ളേ, ആ മഗ്‌രിബ് കഴിഞ്ഞെങ്കിൽ പിന്നെ പിന്തിക്കൽ ഹറാമായിട്ടിക്കട്. വയജിബുൽ ഖലാഉ ഫൗറൻ, അങ്ങനെ എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഖലാഉ ഇട്ടാൽ നിർബന്ധമായിട്ടിക്കട്. മുന്നോളെവിടെയും കൊടുക്കാത്തത് ബാക്കി ഉണ്ടെങ്കിൽ അത് കൊടുക്കണോ, ഫർള് ഖലാഉ ഇട്ടാൽ നിർബന്ധം. വയജിബു സർഫുൽ ഫിത്രത്തിൽ അഹ്ലിൽ ബലദിൽ മുഅദ്ദഇലി അൻഹു. ഇപ്പം ഞാൻ അഫ്സാനോട് കൂടെ, ഇപ്പം ഞാനുള്ള ഇവിടെ അഫ്സാനുള്ള അവിടെ, അപ്പം ഞാൻ ഫിത്ർ സക്കാത്ത് കൂടെ കൊടുത്തെങ്കിൽ മയ്യാവിടാൻ മയ്യാവൂല്ലേ, എന്താക്കണോ അവളോടുള്ളേ അവിടെ കൊടുക്കണോ, നാനോടുള്ളേ നാനോടുള്ള കൊടുക്കണോ. അതാണ് ആരെ തൊട്ടാണോ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആ രായത്തെ ആൾമാർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധം. ലൽ മുഅദ്ദി കൊടുക്കുന്ന ആൾ നാണല്ലേ, നൻ്റെ ഈ രായത്തെ ആളുകളല്ല കൊടുക്കണേ, അവളോടുള്ളേ അവളെ രായത്തെ ആൾമാർക്ക് കൊടുക്കണം നിർബന്ധമായിട്ടോ. ഇങ്ങനെയാണ് ക്ലാസ്. അസ്സലാമു അലൈക്കും. തിരിയാതൊന്നും ചോദിക്കാവാ.